കേരളത്തിലെ അതിസാധാരണക്കാരായ ജനങ്ങളുടെ 1000 കോടിയോളം രൂപ തട്ടിയെടുത്ത അനന്തു കൃഷ്ണന്റെ ചതിവലയത്തിൽ കുടുങ്ങിയത് ആയിരങ്ങളാണ്. മാഞ്ഞുപോകുമായിരുന്ന പാതിവില തട്ടിപ്പ് കേസ് പുറത്തു കൊണ്ടുവരുന്നതിന് പിന്നിൽ കേരള പോലീസ് മൂവാറ്റുപുഴ CI ബേസിൽ തോമസിന്റെ പങ്ക് നിർണായകമായിരുന്നു. ഉദ്യോഗസ്ഥന്റെ ധീരതയെയും കഠിനാധ്വാനത്തെയും നിശ്ചയദാർഢ്യത്തെയും ഉറക്കെ പറഞ്ഞുകൊണ്ട് സിസ്റ്റർ ജോസി SP ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് ഇപ്പോൾ വൈറലാണ്. പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ബേസിൽ സാറിനെ കുറിച്ച് എങ്ങനെയാണ് 2 വരി കുറിക്കാതിരിക്കുക? കണ്ടുമുട്ടിയിട്ട് 8-9 വർഷത്തോളമായി. ആളുടെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും കൂർമ്മബുദ്ധിയും ആരെയും അമ്പരപ്പിക്കും. ഒരു കാര്യത്തിന് ഒരുമിട്ടിറങ്ങിയാൽ പിന്നെ അത് നേടിയിട്ടേ തിരിച്ചു കയറൂ. ഒരു പൂട്ടുപൂട്ടിയാൽ പിന്നെ പൂട്ടപ്പെട്ടവൻ നക്ഷത്രമെണ്ണും. എന്നാൽ മനുഷ്യത്വത്തിന്റെയും സത്യത്തിന്റെയും ആൾരൂപമാണ് താനും. ഒരുപാട് പാവപ്പെട്ട സ്ത്രീകൾക്ക് നീതി നടപ്പിലാക്കി കിട്ടാൻ തനിക്ക് വലിയ സഹായവും ധൈര്യവുമായത് ഈ മനുഷ്യനാണ്. വയനാട് പുൽപ്പള്ളി വരെ പോയി സിസ്റ്ററിന്റെ കക്ഷിയുടെ ഒളിച്ചോടിയ ഭർത്താവിനെ പിടിച്ചുകൊണ്ടുവന്ന് സ്വത്ത് മക്കളുടെയും ഭാര്യയുടെയും പേരിൽ എഴുതിച്ച് അവരെ സുരക്ഷിതരാക്കുവാൻ തന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് ധൈര്യം പകർന്ന അന്നത്തെ SI പിന്നെ CI കോതമംഗലത്ത് തന്നെ വന്നു. പിണ്ടിമന പ്രശ്നത്തിൽ തല കുനിക്കാതെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ നീതിബോധത്തോടെ സ്ഥലം മാറ്റം എന്ന ഓലപ്പാമ്പിനെ പിടിച്ച കൂടയിലിട്ട് നെഞ്ചി വിരിച്ചു നിന്ന CI ബേസിൽ തോമസ് വലിയൊരു പ്രചോദനമായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പറ്റിക്കപ്പെട്ടു പോകാമായിരുന്ന പാതിവില തട്ടിപ്പ് കേസിന്റെ ചുരുളഴിക്കുവാൻ ചുക്കാൻ പിടിച്ച ഈ മനുഷ്യൻ തലയെടുപ്പോടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ നീതി നടപ്പാക്കുന്നത് കാണുമ്പോൾ അഭിമാനം. ബേസിൽ സാർ സാധാരണക്കാർക്ക് പ്രതീക്ഷയോടെ സമീപിക്കാവുന്ന, വിശ്വസിക്കുവാൻ പറ്റുന്ന ഒരു പോലീസ് ഓഫീസറാണ്. ബേസിൽ സാറിന് നിറയെ അഭിനന്ദനങ്ങളും ആശംസകളോടെയുമാണ് സിസ്റ്റർ ജോസി SD തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.